നേതാക്കൾ എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ വലിയ ഒരു ജനസാമാന്യം പുറത്തായി പോവും. ഇല്ല, ഏത് സാധാരണക്കാരനായ മനുഷ്യനോടും. അതാണ് ഉസ്താദ് MT അബ്ദുള്ള മുസ്ലിയാർ അല്പം മുമ്പ് സംസാരിച്ച ആ പ്രസംഗത്തിലൂടെ നമ്മൾ കേട്ടത്. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പോകുന്നത് കലുഷമായ ഒരു സമൂഹത്തിലേക്കാണ്. പഴയ കാലമല്ല, കാലം ഒരുപാട് മാറി. നമ്മളൊരു ഇടക്ക് ജീവിക്കുന്നവരാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. നമ്മുടെ പൂർവികർ പഴയ കാലമേ കണ്ടുള്ളൂ, അവരത് കഴിഞ്ഞു പോയി. നമ്മുടെ മക്കൾ പുതിയ കാലമേ കാണുന്നുള്ളൂ. കുഴപ്പമില്ല, നമ്മൾ രണ്ടും കാണുന്നവരാണ്. നമ്മൾ പഴയ കാലം കണ്ടു, പഴയ കാലത്തിന്റെ ഒരു ബാക്കിയിൽ നാം ജീവിതം തുടങ്ങി, പുതിയ കാലത്തും നാം ജീവിതം തുടരുകയാണ്. ജാമിയയുടെ നേതാക്കളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും അങ്ങനെയാണ്. ആ പഴയ കാലമാണ് അവർ കണ്ടത്. മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, മർഹൂം സയ്യിദ് പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ, കണ്ണിൽ നിന്നും കരളിൽ നിന്നും ഒരു കാലത്തും മറയാത്ത സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ജാമിയയുടെ സമ്മേളനം കഴിഞ്ഞാൽ ഞാൻ ഇപ്പോ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളോട് പറയായിരുന്നു, നമ്മൾ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോ ആദരണീയനായ ശിഹാബ് തങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് പോണട്ടോന്ന്. ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോ നമ്മളെ ഭക്ഷണം കഴിക്കുമോ തങ്ങൾ? ഇല്ല. ഇവിടെ എന്തുകൊണ്ടാ അങ്ങനെ? ഇവിടെ ആതിഥേയർ അവരാണ് സ്വീകരിക്കുന്നത്. ഒരേ ഒരു സമ്മേളനത്തിൽ എന്നെ പോലുള്ളവർ പോകുന്നത് അവർ സ്വീകരിക്കുന്ന സമ്മേളനം. ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. ആ ഭക്ഷണം എവിടെയാണെന്നുള്ളത് ഒരു പാരമ്പര്യമാണ്. ആ പഴയ പാരമ്പര്യത്തിന്റെ തുടർച്ച ഇപ്പോഴും നടക്കുകയാണ്. ജാമിഅ ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. ആ പാരമ്പര്യത്തിന് കാവൽ നിൽക്കുകയും അതിന്റെ നന്മകളെ നിലനിർത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ബഹുമാനപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അതാണ് സനദ്ദാന പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ നമ്മൾ കേട്ടത്. വലിയ ഒരു അരാജകത്വത്തിന്റെ അധാർമികതയുടെ കൊടുങ്കാറ്റ് അടിച്ചു വീശുകയാണ്. മൂല്യനിരാസത്തിന്റെ, ദൈവനിഷേധത്തിന്റെ, പണ്ടൊന്നുമില്ലാത്ത ഇൽഹാദിന്റെ, ഇർത്തിദാദിന്റെ എല്ലാം പുതിയ വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ നൃത്തമാടുകയാണ്. അതിനെതിരെ ഉറച്ചു നിൽക്കാനുള്ള ആദർശപരമായ സ്ഥൈര്യം, ശരിയായ ഇൽമ്, ആ ഇൽമിന്റെ ആവാഹകരായിക്കൊണ്ടാണ് ജാമിഅയിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുന്നത്. ഈ ഇൽമ് എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണെന്നും അവരിവിടെ പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആ ഇവിടെ നടക്കുന്ന എത്ര സമ്മേളനങ്ങളിൽ മിക്കവാറും അവസാനം സംസാരിച്ചു കൊണ്ടിരുന്ന ആളുകളിൽപ്പെട്ട ഒരാളാണ് ഈ എളിയവൻ. യാ വദൂദ് യാ വദൂദ് യാ വദൂദ് എന്ന് കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ആ ആയത്തോർമ്മ ഒരു വൈലൈഹി യസ്അദുൽ കലിമുത് തയ്യിബ്, ഉത്തമമായ വചനങ്ങൾ അല്ലാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടും. ഈ മൈതാനിയിൽ ഇരിക്കുന്നവർക്കൊക്കെ തോന്നിപ്പോകും ആ നേരത്ത് ഇത് അർശിലേക്ക് ഉയർത്തപ്പെടുന്ന ദുആയാണെന്ന്. അതാണ് ജാമിഅ സമ്മേളനങ്ങളുടെ വല്ലാത്ത ഒരു സ്മരണ. ശംസുൽ ഉലമയുടെ ഗർജിക്കുന്ന ശബ്ദങ്ങൾ, അതാത് കാലത്ത് സമുദായത്തിനെതിരെ, രാജ്യത്തിനെതിരെ ഉള്ള വെല്ലുവിളികൾക്കെതിരെ ശംസുൽ ഉലമ ഗർജിച്ച വേദിയാണിത്. ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് അവർ നീങ്ങിയ ആ ഒരു കാലം, അതിന്റെ എല്ലാം അടയാളമാണ് ജാമിഅ നൂരിയ. ആ ജാമിഅ അല്ലാഹു ഉത്തരോത്തരം അഭിവൃദ്ധിയിൽ നിലനിർത്തുമാറാകട്ടെ. തീർച്ചയായും അതിനെ നിലനിർത്തുന്ന നേതൃത്വമുണ്ട്, സമുദായമുണ്ട്. പക്ഷെ ഈ വെല്ലുവിളികൾ ചെറിയ വെല്ലുവിളികളല്ല. കൊല്ലുന്ന ഒരു കേരളത്തിലാണ് നാം ജീവിക്കുന്നത്. കഴിഞ്ഞ 6 മാസക്കാലം കേരളത്തിൽ മക്കളാൽ കൊല ചെയ്യപ്പെട്ട മാതാക്കളുടെ കണക്കെടുക്കണമെന്ന് ഈ അടുത്ത കാലത്ത് ചില വേദികളിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ധാർമ്മിക മൂല്യങ്ങളും മതമൂല്യങ്ങളും നൈതിക മൂല്യങ്ങളും മനുഷ്യന് വളരെ ആവശ്യമാണ്. അതില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പുണ്യ റസൂലിന്റെ വാക്ക്, അൽ ജന്നത്തു തഹ്ത അഖ്ദാമി ഉമ്മഹാത്തിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അടുത്ത ദിവസം ഈ കേരളക്കരയിൽ മാതാവിനെ കൊന്ന ഒരു മകൻ പറഞ്ഞ വാക്ക് ഞാൻ ചുരുക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വർഗീയത പരത്താൻ, വെറുപ്പ് വമിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അവിടെ സ്നേഹത്തിന്റെ ദൂതന്മാരാകണം. മുമ്പൊരു കാലത്തും കേൾക്കാത്ത വിധത്തിൽ ഓപ്പണായി ഈ രാജ്യം ജാമിഅയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ത്യയിലെ ഇസ്ലാമികമായിട്ടുള്ള സർവകലാശാലകൾ, കോളേജുകൾ, അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്. സ്വാതന്ത്ര്യ സമരം ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് പ്ലാൻ ചെയ്തത് എന്ന് ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും പറഞ്ഞ ഒരു സ്ഥാപനം ഇന്ത്യയിലുണ്ട്, ദേവ്ബന്ദ് ദാറുൽ ഉലൂം. ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പ്ലാൻ ചെയ്തത്.
ഒന്നാലോചിച്ച് നോക്കൂ, എത്ര വലിയ പാരമ്പര്യമാണ്. അതാണ് ഇന്ത്യ. ആ ഇന്ത്യ അതിന്റെ ബഹുസ്വരതയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനെതിരെയുള്ള വെല്ലുവിളികളെ പറ്റി ബോധവാന്മാരാകണം. ായ പോലെ ഇന്നും നമ്മുടെ സമസ്തയുടെ നേതാക്കൾ ബോധവാന്മാരാകുന്ന പോലെ, സമുദായ നേതാക്കൾ നമ്മോട് പറയുന്ന പോലെ, രാജ്യത്തിന്റെ നേതാക്കളാണത്. രാജ്യം നിലനിൽക്കണം, സൗഹൃദത്തിലും മൈത്രിയിലും സമാധാനത്തിലും നിലനിൽക്കണം. ഒരു റജബ് മാസത്തിലാണ് ഈ യോഗം നടക്കുന്നത്. ഇത് മെഹറാജിന്റെ മാസമാണ്. അതുകൊണ്ട് അഭിനന്ദനായ സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ ഇവിടെ പരിശുദ്ധ മെഹറാജിനെ കുറിച്ചുള്ള വളരെ ഇൽമിയായ കാര്യങ്ങൾ ഈ സദസ്സിനോട് സംസാരിക്കുകയുണ്ടായി. നമുക്കുമുണ്ടൊരു മെഹറാജ്. തെരേ മെഹറാജ് ഹേ തൂ ലൗഹ ഖദം തക് പഹുഞ്ച. നബിയേ, അവിടുത്തെ മെഹറാജിൽ അങ്ങ് ലൗഹിലും കലമിലും എത്തിയെങ്കിൽ മേരെ മെഹറാജ് ഹേ കെ മേ തെരേ ഖദം തക് പഹുഞ്ച. അങ്ങയുടെ കാൽക്കൽ എത്തുന്നതാണ് എന്റെ മെഹറാജ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ വിശ്വാസിക്കും ഒരു മെഹറാജ് ഉണ്ട്. അത് പുണ്യ റസൂലിന്റെ സുന്നത്തിനെ തമാമുൽ ഉബൂദിയ്യത്തി അൻ യുവാഫിഖ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉബൂദിയ്യത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത് പുണ്യ റസൂൽ പഠിപ്പിച്ചതിലേക്ക് ചേർന്ന് നിൽക്കലാണ്. ഫീ ഖസ്ബഖ്സൂദിഹി വഖസ്ദിഹി വതരീഖിഹി എന്നൊരു പണ്ഡിതൻ പറയുന്ന പോലെ പുണ്യ റസൂലിന്റെ ഉദ്ദേശത്തിലും അവിടുത്തെ മാർഗത്തിലും അള്ളാന്റെ റസൂലിന്റെ ഉദ്ദേശം എന്ന് പറയുന്ന അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ തന്റെ സ്വന്തത്തിലും തന്റെ സ്വഭാവത്തിലും കൊണ്ടുവരലായിരുന്നു പുണ്യ റസൂലിനെ സംബന്ധിച്ചുള്ള തരീഖ്. ആ തരീഖിലേക്ക് പോകുന്ന ഇൽമാണ് ജാമിയ പ്രദാനം ചെയ്യുന്ന ഇൽമ്. അത് രാജ്യത്തിന് ആവശ്യമാണെന്നാ ഞാൻ പറയുന്നത്, ഒരു പ്രത്യേക സമുദായത്തിന് മാത്രമല്ല, ഈ രാജ്യത്തിന്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഞങ്ങൾ ഇവിടെ നിന്നാണ് സ്വാതന്ത്ര്യ സമരം പ്ലാൻ ചെയ്തത്. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു ജാമിയ മില്ലിയെ കുറിച്ച് പറഞ്ഞല്ലോ. അതിന് കല്ലിട്ടത് ഒരു മഹാപണ്ഡിതനാണ്. ആ കല്ലിടുമ്പോ അവിടെ അടുത്ത് നിന്നത് മഹാത്മാഗാന്ധിയാണ്. ഇന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവകലാശാലയാണ്. അതുകൊണ്ട് ഈ ഇസ്ലാമിക വിജ്ഞാനശാലകളൊക്കെ എന്തോ കുഴപ്പത്തിന്റെ കേന്ദ്രം എന്ന പേരിലൊക്കെയുള്ള പ്രചരണം നടക്കുമ്പോ ഈ ചരിത്രങ്ങളൊക്കെ ഓർത്തെടുക്കുകയും ലോകത്തോട് പറയുകയും ചെയ്യാൻ സാധിക്കണം. അത് സൗഹൃദത്തിന്റെ ചരിത്രമാണ്. മൃദുലത മാത്രമാണ് മതം. മതം സ്നേഹമാണ്, കാരുണ്യമാണ്, വെറുപ്പല്ല. എന്റെ പൊന്നുമോനെ അനസേ, പുണ്യ റസൂലിന്റെ വാക്കുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്റെ മോനെ അനസ എന്നാണ് പുണ്യ റസൂൽ വിളിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റസൂലുള്ളാഹിന്റെ മോനല്ല, പ്രിയപ്പെട്ട സഹാബിയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുമ്പോൾ നമ്മളൊക്കെ പറഞ്ഞു, ഏത് സാധാരണക്കാരും പറയും, മോനെ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന്. അള്ളാന്റെ റസൂല് സയ്യിദുനാ വ നബിയുനാ ഖൈറുൽ വറാ താഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം, എന്റെ മോനെ അനസേ, നേരം വെളുക്കുമ്പോഴും ആരോടും വെറുപ്പില്ല, വൈകിട്ടും ആരോടും വെറുപ്പില്ല. ഇന്ന് ഖദിർതൻ തുസ്ബിഹ വ തുംസിയ വലൈസ ഫീ ഖൽബിക ഗശ്ശുൻ ലി അഹദിൻ. ആരോടും വെറുപ്പില്ലാതെ നേരം പുലരാനും വൈകുന്നേരമാകാനും നിനക്ക് കഴിയുമെങ്കിൽ ദാലിക മിൻ സുന്നത്തി, അതാണ് എന്റെ ചര്യ, അതാണ് എന്റെ മാർഗം. മനസ്സേ, നമുക്ക് സാധിക്കുമെങ്കിൽ ദാലിക മിൻ സുന്നത്തി, അതാണ് എന്റെ മാർഗം. വമൻ അഹബ്ബ സുന്നത്തി കാന മഈ ഫിൽ ജന്ന, എന്റെ സുന്നത്തിനെ സ്നേഹിച്ചവൻ എന്നോടൊപ്പം സ്വർഗത്തിലുമാണെന്ന പരിശുദ്ധ റസൂലിന്റെ വാക്കിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ജാമിയയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മഹത്തുക്കൾ, പ്രവർത്തിച്ചവർ എത്രയോ ആളുകൾ ഇന്ന് ഇവിടെ ഈ സമ്മേളനത്തിന്റെ ഈ മൺപുഴിയിൽ ഇരുന്നവർ പലരും ഇന്ന് ഖബറിലായിരിക്കും. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സന്ദർഭത്തിൽ ഇവിടെ സമ്മേളിച്ചവർക്കെല്ലാം, പ്രത്യേകിച്ച് യുവ പണ്ഡിതർക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങൾ കടന്നു ചെല്ലുന്ന വേദികളിൽ നിങ്ങൾ അറിവിന്റെ വലിയ വലിയ വാതായനങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. നിങ്ങൾക്ക് മുമ്പിൽ പരവതാനികൾ വിരിക്കട്ടെ. നിങ്ങളെ നാട് സ്വീകരിക്കും, ജനം സ്വീകരിക്കും, സമൂഹം നിങ്ങളെ കാത്തിരിക്കുന്നു. വെറുപ്പ് നിറഞ്ഞ കൂരിരുട്ടിലേക്ക് സ്നേഹത്തിന്റെ വെളിച്ചം പരത്തുന്ന ഉത്തമ പ്രതിനിധികളായി, ജാമിയയുടെ സന്തതികളായി നിങ്ങൾ ഈ നാട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇന്ത്യയുടെ ബഹുസ്വരത കാക്കാൻ. ഒരു മാസം കഴിഞ്ഞാൽ റമദാൻ വരെയായി. ഷഅബാന്റെ അവസാനം വന്നാൽ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് ചന്ദ്രൻ ഉദിച്ചോ എന്ന് പോയി നിൽക്കുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. മാസം ഉദിച്ചോ എന്ന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി.
ആ ഗാന്ധിയുടെ പേര് പോലും മാറ്റുന്ന ഒരു ഇന്ത്യയിൽ മാസോദിച്ചോ നിങ്ങൾ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ ആളുകളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് റമദാനിലെ മാസപ്പറവ കാണാൻ പോയി നിന്നിരുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ഇന്ത്യയിൽ എല്ലാ സമുദായങ്ങൾക്കും എല്ലാ സമുദായത്തിലെ പണ്ഡിതന്മാർക്കും നിർവഹിക്കാനുള്ള കാലിക ദൗത്യം നിറവേറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകൾ നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതർക്ക് ഇവിടുന്ന് അല്പസമയം മുമ്പ് വിട്ടുപോയ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ അടക്കമുള്ളവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാ നേതാക്കൾക്കും എല്ലാ പണ്ഡിതർക്കും സമൂഹത്തിന് അവരാവശ്യമുണ്ട്. അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ അവസാനം.